മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മോഡ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 0 0 അതർവൈസ്. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 2 പൈ 1 by root of 2 pi integral minus infinity to plus infinity f of x into e raised to minus isx dx 1 by root of 2 pi. ഇനി തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 minus x square ആണ്. അതിന്റെ ഇന്റർവൽ എന്താണ്? mod x less than equal to 1 ആണ്. mod x less than 1 എന്ന് പറഞ്ഞാൽ minus x less than 1 വരും, x less than 1. minus x less than 1 എന്ന് പറഞ്ഞാൽ എന്താണ്? x greater than minus 1 ആണ്. ഇവിടെ x less than, അപ്പോൾ minus 1 less than x less than. അപ്പോൾ x lies between minus 1 and plus 1. mod x less than 1 എന്ന് പറഞ്ഞാൽ x lies between minus 1 and plus 1. അപ്പോൾ ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ minus 1 to plus 1 f of x എന്താണ്? 1 minus x square into e raised to minus x എങ്ങനെ എഴുതാം? cos sx minus I sin sx. Then 1 by root of 2 pi integral minus 1 to plus 1 1 minus x square into cos sx dx minus I into minus 1 to plus 1 1 minus x square into sin sx dx. And it's switching. ഇനി നമ്മൾ നോക്കാം. ഇവിടെ ഈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. കോസ് എസ് എക്സ് എന്ന് പറഞ്ഞാൽ ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവനിന്റെ ഈവൻ എന്താണ്? ഈവൻ ആണ്. അപ്പോൾ ബൈ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഈവൻ ഫംഗ്ഷൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, ഇവിടെ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 2 ബൈ പൈ 2 ടൈംസ് 0 to 1 1 മൈനസ് എക്സ് സ്ക്വയർ കോസ് എസ് എക്സ്. രണ്ടാമത്തെ കേസ് നോക്കിയേ, 1 മൈനസ് എക്സ് സ്ക്വയർ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. സൈൻ എക്സ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഈവനിന്റെ ഓഡ് ഓഡ് ആണ്. ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഓഡ് ഫംഗ്ഷൻ രണ്ടാമത്തെ പാർട്ട് എന്താണ്? അപ്പൊ നമുക്ക് 2 ബൈ റൂട്ട് ഓഫ് 2 പൈ എങ്ങനെ എഴുതാം? 2 ബൈ റൂട്ട് ഓഫ് 2 ബൈ പൈ ഇന്റഗ്രൽ 0 to 1 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻടു കോസ് എസ് എക്സ്. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് കണ്ടത്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ റൂട്ട് ഓഫ് 2 ബൈ പൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻടു കോസ് എസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എസ് എക്സ് ബൈ എസ്. എക്സിന്റെ കോഎഫിഷ്യന്റ് താഴെ എഴുതുന്നു. മൈനസ് 1 മൈനസ് എക്സ് ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 2x. 1 മൈനസിന്റെ 1 മൈനസ് എക്സ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 into 0 minus x square minus 2x, then sin sx എന്താണ്? minus cos sx by s square. sin sx ന്റെ minus cos sx by s square, then plus minus 2 into minus cos sx എന്താണ്? sin sx by s cube. ഇന്റഗ്രേഷൻ പാർട്ട് കഴിഞ്ഞു. 0 to infinity 0 to limit 0 to upper limit 1 lower limit 0. limit കൊടുക്കാം. root of 2 by pi upper limit 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം 0 ആയിരിക്കും. സെക്കൻഡ് ടൈം 3 മൈനസ് ഉണ്ട് ഇവിടെ, മൈനസ് 2 cos s by s square. cos s by s square. അടുത്തതിൽ പ്ലസ് 2 into sin s by s cube. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ഫസ്റ്റ് ടൈം 0 ആയി പോകും, സെക്കൻഡ് ടൈം 0 ആയി പോകും, ഇവിടെ സൈൻ 0 ആയി പോകും, ഇവിടെ 0 ആയി പോകും, ഇവിടെ എല്ലാം 0 ആയി പോകും. അപ്പൊ നമുക്ക് റൂട്ട് ഓഫ് 2 ബൈ പൈ ഇവിടെ നമുക്ക് LCA ആയിട്ട് നമുക്ക് എസ് ക്യൂബ് എടുക്കാം. എസ് ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ മൈനസ് 2s cos s പ്ലസ് 2 sin s. ദാറ്റ് ഈസ് ഈ 2 നമുക്ക് പുറത്തേക്ക് ഇട്ടാൽ
2 into root of 2 by pi sin s minus s cos s by s. അപ്പോൾ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 2 into root of 2 by pi sin s minus s cos s by s cube എന്നാണ് നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം കിട്ടുന്നത്. ഇനി നമ്മൾ ഇൻവേഴ്സ് ഫോർമുലയിലെ ഈ എഫ് ഓഫ് എസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നെക്സ്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഫോർമുല എഴുതി, ആ ഫോർമുലയിൽ എഫ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ 1 ആണ്, ലോവർ ലിമിറ്റ് -1 ആണ്, അപ്പർ ലിമിറ്റ് +1 ആണ്. ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 2 into root of 2 by pi sin s minus s cos s divided by s cube. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് ചെയ്യാം. രണ്ടാമത്തെ പാർട്ട് ചെയ്യുമ്പോൾ ഇൻവേർഷൻ ഫോർമുല എഴുതണം. ഇൻവേർഷൻ ഫോർമുല എന്താണ്? f of x is equal to 1 by root of 2 pi 1 by root of 2 pi integral minus infinity to plus infinity f of s. അപ്പോൾ കണ്ടുപിടിച്ച ഫോറിയർ ട്രാൻസ്ഫോം f of s into e raised to plus isx ds. e raised to isx ds. ഇവിടെ നമുക്ക് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 by root of 2 pi integral minus infinity to plus infinity f of s എന്താണ്? 2 into root of 2 by pi sin s minus s cos s by s cube. ഇതാണ് നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു ഈ ഒരു ഷേസ് എങ്ങനെ എഴുതാം? cos sx plus I sin sx. ഫോർമുല 2 into root of 2 by pi sin s minus s cos s by s cube into e raised to isx cos sx plus I sin sx. ഇനി അത് സിംപ്ലിഫൈ ചെയ്തിട്ട് that is ഇവിടെ ഈ റൂട്ട് ഇട്ട് റൂട്ട് വരുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. റൂട്ട് പൈ. അപ്പോൾ നമുക്ക് 2 by pi into ഇന്റഗ്രൽ. ഇനി നമുക്ക് നോക്കാം. ഇന്റഗ്രൽ minus infinity to plus infinity sin s minus s cos s by s cube into cos sx ds plus I into integral minus infinity to plus infinity sin s minus s cos s by s cube into sin sx ds. രണ്ടായിട്ട് കൊടുക്കും. അപ്പോൾ ആദ്യത്തെ ടേം ഇവിടെ നമ്മൾ sin s minus s cos s by s cube കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു. sin s minus s cos s by s cube into cos sx ds plus I into sin s minus s cos s by s cube into sin sx ds. ഇനി ഇതില് ഈ sin s മൈനസ് നോക്കാം. ഇവിടെ നമുക്ക് ഇവിടെ f of s എന്നുള്ളത് sin s minus s cos s by s cube into cos sx ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ നോക്കണം. f of minus s കൊടുക്കാം. f of minus s കൊടുത്താൽ sin of minus s എന്താണ്? മൈനസ് sin s. ഇവിടെ ഈ s മൈനസ് കൊടുക്കുമ്പോൾ മൈനസ് s വരും. ഇവിടെ cos minus s cos s തന്നെയാണ്. താഴെ മൈനസ് s ക്യൂബ്. ഞാൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് sin s പ്ലസ് s cos s ബൈ മൈനസ് s ക്യൂബ് എന്ന് പറഞ്ഞാൽ s cos s നമുക്ക് ഇതിലൊരു മൈനസ് പുറത്ത് വെക്കാം. മൈനസ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ sin s മൈനസ് s cos s ബൈ മൈനസ് s ക്യൂബ്. മൈനസ് മൈനസ് വെട്ടി കഴിഞ്ഞാൽ sin s മൈനസ് s cos s ബൈ s ക്യൂബ്. That is equal to f of s. അതായത് s ന് മൈനസ് s കൊടുക്കുമ്പോൾ യാതൊരു ചേഞ്ചും വരുന്നില്ല. ഈ ഒരു ഫംഗ്ഷനിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. എഫ് ഓഫ് എസിന് മൈനസ് എസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? sin s മൈനസ് s cos s by s ക്യൂബ് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? ഇതൊരു ഈവൻ ഫംഗ്ഷൻ.
ഇനി അതുപോലെ രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ നോക്കാം. രണ്ടാമത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് സൈൻ എസ് മൈനസ് എസ് കോസ് എസ് ബൈ എസ് ക്യൂബ് ഇൻറ്റു സൈൻ എസ് എക്സ്. എസ് മൈനസ് എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് സൈൻ എസ് വരും. സൈൻ എസ് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് മൈനസ് എസ് വരും. എസ് മൈനസ് എസ് കൊടുക്കുമ്പോൾ കോസ് എസ് തന്നെയാണ് ബൈ എസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് എസ് ക്യൂബ് വരും. ഇൻറ്റു സൈൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ്. ദാറ്റ് ഈസ് മൈനസ് സൈൻ എസ് പ്ലസ് എസ് കോസ് എസ് ബൈ മൈനസ് എസ് ക്യൂബ് ഇൻറ്റു മൈനസ് സൈൻ എസ് എക്സ്. ഇതിൽ നിന്ന് മൈനസ് പുറത്തെടുത്ത് കഴിയുമ്പോൾ സൈൻ എസ് മൈനസ് എസ് കോസ് എസ് ബൈ മൈനസ് എസ് ക്യൂബ് മൈനസ് എക്സ് വെട്ടിക്കളഞ്ഞു ഇൻറ്റു മൈനസ് സൈൻ എസ് എക്സ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പൊ രണ്ടാമത്തെ പാർട്ട് ഇത് ഓടാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ പാർട്ട് ഓടാണ്, ആദ്യത്തെ പാർട്ട് ഈവൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ രണ്ടാമത്തെ പാർട്ട് എന്തായി പോകും? രണ്ടാമത്തെ പാർട്ട് 0 ആവും, ആദ്യത്തെ പാർട്ട് എന്താവും? ഈവൻ 2 ടൈംസ് ആവും. അപ്പൊ നമുക്ക് ആദ്യത്തെ പാർട്ടിനകത്ത് 2 ടൈംസ് നിൽക്കാം. ആദ്യത്തെ പാർട്ടിനെ therefore 2 by pi into 2 times 0 to infinity sin s minus s cos s by s cube into cos sx. രണ്ടാമത്തെ പാർട്ട് എന്തായി പോയിസ്? ഇതാണ് നമുക്ക് എഫ് ഓഫ് എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 by pi അല്ലെ? 4 by pi integral 0 to infinity sin s minus s cos s by s cube into cos sx dx. ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡിലെ 0 to infinity sin s minus s cos s by s cube ds is equal to നമുക്ക് എന്ത് എഴുതാം? അപ്പുറത്തെ വിളിച്ചു pi by 4 f of x. pi by 4 f of x. അപ്പോൾ നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ എന്താണ്? 0 to infinity sin s minus s cos s by s cube ds is equal to pi by 4 f of x എന്നാണ് ഈ ആൻസർ കിട്ടുക. ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 1 by root of 2 pi integral minus infinity to plus infinity f of x e raised to minus isx dx. അതിലെ ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 minus x square ആണ്. ഇതിന്റെ ലിമിറ്റ് ലോവർ ലിമിറ്റ് -1 ആണ്, അപ്പർ ലിമിറ്റ് +1 ആണ്. അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്? 2 into root of 2 by pi sin s minus s cos s by s cube. അത് നമ്മൾ ഇൻവേർഷൻ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻവേർഷൻ ഫോർമുല പറയുന്നത് എന്താണ്? f of x is equal to 1 by root of 2 pi integral minus infinity to plus infinity f of s e raised to isx ds ആണ്. e raised to isx ds ആണ്. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് f of s ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് e raised to isx നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. cos sx plus i sin sx എന്ന് കൊടുത്തു. രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ടേം ഓഡ് ഫംഗ്ഷൻ ആണ് കിട്ടി, ഒരു ടേം ഈവൻ ഫംഗ്ഷൻ ആണ്. ഓഡ് ടേമിന് 0 കൊടുത്തു, മറ്റതിന് 2 ടൈംസ് കൊടുത്തു. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇത് ഇവിടെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് ഇവിടെ എടുത്തു, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പാർട്ട് ഇവിടെ എടുത്തപ്പോൾ നമുക്ക് അവസാനം കിട്ടിയ ആൻസർ എന്താണ്? 0 to infinity sin s minus s cos s by s cube ds s cube into cos sx ഇവിടെ into cos sx ds. 0 to infinity sin s minus s cos s by s cube into cos sx ds. cos sx dx is equal to pi by 4 f of x എന്നാണ് നമുക്ക് അവസാനം കിട്ടുക. ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന്റെ ആൻസർ എത്ര കിട്ടി? pi by 4 f of x. അവസാനം കിട്ടിയ ആൻസർ 0 to infinity sin s minus s cos s by s cube into cos sx ds is equal to pi by 4 f of x. കേട്ടോ? നോട്ട് ചെയ്തു.